നമസ്കാരം. ദി ബോർഡർ ഓഫ് എ മൈൻഡ് എന്ന വെബ്സൈറ്റിലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ കമന്ററി പരമ്പരയുടെ പുതിയൊരു ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. അപ്പോ ദി ബോർഡർ ഓഫ് എ മൈൻഡ് അജ്മൽ വർഷങ്ങളായിട്ട് വളരെ ശ്രദ്ധയോടെ പരിപാലിക്കുന്ന ഒരിടമാണത്. ശരിയാണ്. നമ്മളിലെല്ലാം ഒരു ജിജ്ഞാസയുണ്ടല്ലോ, ഒരു അത്ഭുതം കണ്ടെത്താനുള്ള ഒരിത്, അതിനൊക്കെയുള്ള ഒരിടം, എഴുത്തും കലയും ദൃശ്യങ്ങളുമൊക്കെ ആയിട്ട്. അദ്ദേഹം തന്റെ ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഒരു ഡിജിറ്റൽ ലോകം. അതെ. ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ ബ്ലോഗിലെ ഒരു പ്രത്യേക ലേഖനമാണ് നോക്കുന്നത്. ഏതാണത്? ലോങ്ങിങ് ഇസ് ഇൻ ബൗണ്ട് ബൈ റൂൾസ്. അതിയായ ആഗ്രഹങ്ങൾക്ക് അതിർവരമ്പുകളില്ല. ആ തലക്കെട്ട് തന്നെ എന്തോ ഒരു കൗതുകം തോന്നുന്നു, അല്ലേ? ശരിയാണ്. നിയമങ്ങൾ ബാധകമല്ലാത്ത ഒരു ആഗ്രഹം അതെന്തായിരിക്കും? നമുക്കൊന്ന് നോക്കാം. അജ്മൽ തുടങ്ങുന്നത് തന്നെ ഈ ആഗ്രഹങ്ങൾക്ക് എന്താ പറയാ, ഒരു പ്രത്യേക ലക്ഷ്യമോ രൂപമോ വേണമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതൊരു നിമിഷമാകാം, അല്ലെങ്കിൽ ഒരു അനുഭൂതി, ഒരു സ്ഥലം, എന്തിന് നമ്മൾ എത്തിച്ചേരാത്ത നമ്മൾ തന്നെയോ ആകാമെന്നും പറയുന്നുണ്ട്. അതിനൊരു നിയമങ്ങളുമില്ല. ശരിയാണ്. അദ്ദേഹം കൊടുക്കുന്ന ഉദാഹരണങ്ങൾ നോക്കുമ്പോഴാണ് ഇത് കുറച്ചുകൂടി എന്താ പറയാ വ്യക്തമാകുന്നത്. പണ്ട് നമ്മളോടൊപ്പം ചിരിച്ച പക്ഷെ ഇപ്പോ അകന്നുപോയ ഒരാളെക്കുറിച്ചുള്ള ഓർമ്മ. അതൊരു വിഷാദമാണെങ്കിലും അതൊരു ലോങ്ങിങ് ആയിട്ടും കാണാം. അല്ലെങ്കിൽ ഒരു ദൂരെയുള്ള ഒരു നഗരത്തിലെ ഒരു പ്രഭാതം, അതൊരു സ്വപ്നം പോലെ കൊണ്ടു നടക്കുന്നത്. അതെ അതെ, നമ്മൾ ഒരിക്കൽ ആകാൻ കൊതിച്ച ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കാതെ പോയ ഒരു വഴി, അതൊക്കെ ഓർത്ത് ഒരു നഷ്ടബോധം തോന്നാം. പക്ഷേ അജ്മൽ അതിന് നിയമങ്ങൾക്കതീതമായ ആഗ്രഹമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ തിരഞ്ഞെടുക്കാതെ പോയ വഴികളെക്കുറിച്ചുള്ള ചിന്തകള്, അത് വെറുമൊരു നഷ്ടബോധം എന്നതിലുപരി ഒരു സാധ്യതയെക്കുറിച്ചുള്ള അടങ്ങാത്തൊരാഗ്രഹമാണോ? കാരണം അത് നമ്മുടേതായിരുന്നില്ലല്ലോ ശരിക്കും. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ നമുക്ക് സ്വന്തമല്ലാതിരുന്ന കാര്യങ്ങളോടും നമുക്ക് തീവ്രമായ ആഗ്രഹം തോന്നാമെന്ന്. ഓ ശരി ശരി. വഴിയിൽ കണ്ട ഒരു കസേരയോട് തോന്നുന്ന ഒരിഷ്ടം, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കേറാത്ത ഒരു മലയിലെ സൂര്യാസ്തമയം കാണാനുള്ളൊരു മോഹം, അല്ലെങ്കിൽ എത്തി നോക്കാൻ മാത്രം കഴിഞ്ഞ മറ്റൊരാളുടെ ജീവിതം, അതൊക്കെ എന്റേതായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത. അവിടെയെല്ലാം യാഥാർത്ഥ്യത്തെക്കാൾ ഭാവനയ്ക്കാണ് മുൻതൂക്കം, അല്ലേ? അതെ അതെ. നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളുടെ ലോകം എത്ര വിചിത്രമാണ്, അതിരുകളില്ലാത്തതാണ് എന്ന് അത് കാണിച്ചു തരുന്നുണ്ട്. ഈ ചിന്തകളിൽ ചെറിയൊരു വിഷാദത്തിന്റെ ഒരു സായലുമുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ഏറ്റവും മധുരതരമായ വേദന. അതെന്താണ്? നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒന്ന് അത് തിരികെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോ ആ ഓർമ്മകളായിരുന്നു യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ ഊഷ്മളമെന്ന് തിരിച്ചറിയുന്നൊരു നിമിഷം. അത് വളരെ ആഴത്തിലുള്ളൊരു നിരീക്ഷണമാണ്. വല്ലാതെ സ്പർശിക്കുന്ന ഒന്നാണത്. തീർച്ചയായും. ചിലപ്പോൾ ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ സാന്നിധ്യത്തെക്കാൾ ശക്തി അതിന്റെ ഓർമ്മയ്ക്ക്, അല്ലെങ്കിൽ ആ ആശയത്തിന് ആയിരിക്കാം. ശരിയാണ്. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ അനുഭവങ്ങളെയും ഓർമ്മകളെയും നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലേ? അതെ. ഓർമ്മകൾക്ക് യാഥാർത്ഥ്യത്തെ ഭംഗിയാക്കാനും പറ്റും, ചിലപ്പോൾ കൂടുതൽ വേദനിപ്പിക്കാനും. അപ്പോ അജ്മലിന്റെ ഈ ലേഖനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഈ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അത് ഭയങ്കര സങ്കീർണമാണ്, വ്യക്തിപരമാണ്. അതിന് യുക്തിയുടെയോ നിയമങ്ങളുടെയോ അതിർവരമ്പുകളൊന്നുമില്ല. ഇല്ല, അത് നമ്മുടെ എല്ലാ അനുഭവങ്ങളുടെ ഭാഗമാണ്. അതെ. പിന്നെ ആ ബ്ലോഗിന്റെ ഒരു അടിസ്ഥാന ആശയമുണ്ടല്ലോ, ജിജ്ഞാസയും അത്ഭുതവും. അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഇത് കൂടുതൽ വ്യക്തമാകും. നമ്മുടെ ഓർമ്മകളുടെയും അടങ്ങാത്ത ആഗ്രഹങ്ങളുടെയും ലോകം അതെത്ര വലുതാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒരുപക്ഷേ ഈ ആഗ്രഹങ്ങളെ ഇങ്ങനെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു സ്വയം കണ്ടെത്തൽ കൂടിയാണല്ലേ? അതെ, അതൊരു യാത്ര തന്നെയാണ്. അജ്മലിന്റെ ആ ഒരു തനതായ ശൈലിയിലുള്ള കൂടുതൽ ചിന്തകളും പിന്നെ അദ്ദേഹത്തിന്റെ കലകളുമൊക്കെ അനുഭവിക്കാൻ നിങ്ങളെല്ലാവരും theborderofaminds.com എന്ന വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കണമെന്ന് ഞങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നു. തീർച്ചയായും അതൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും. അദ്ദേഹത്തിന്റെ ആ ലോകത്തേക്കൊരു യാത്ര പോകുന്നത് നല്ലതാണ്. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും തോന്നുന്നുണ്ടാവാം, നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾ, നിയമങ്ങളില്ലാത്ത ആഗ്രഹങ്ങൾ, അവ നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കാം പറഞ്ഞു തരുന്നത്? നിങ്ങളുടെ മനസ്സിന്റെ ഏത് അതിരുകളാണത് തുറന്നു കാട്ടുന്നത്? അതൊരു നല്ല ചിന്തയാണ്. ഈ ചിന്തകളുമായി നിങ്ങളെ വിടുന്നു. അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള കൂടുതൽ വിശകലനങ്ങളുമായി നമുക്ക് അടുത്ത തവണ കാണാം. നന്ദി.